അങ്ങനെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. തുടർച്ചയായ 9ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രിമാരിൽ 2ാമത്തെ ആളായിട്ട് നിർമ്മല സീതാരാമൻ മാറി. അങ്ങനെ ഒരു ഖ്യാതി നിർമ്മല സീതാരാമൻ ഇന്നത്തെ ബജറ്റ് അവതരണത്തോടു കൂടി നേടിയെടുത്തു. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ധനമന്ത്രി എന്ന് പറയുന്നത് മൊറാർജി ദേശായി ആണ്. അദ്ദേഹം 10 ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത തവണ നിർമ്മല സീതാരാമനാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെങ്കിൽ അവര് ആ റെക്കോർഡിനൊപ്പം എത്തും. അത് കഴിഞ്ഞാൽ ഈ മോദി സർക്കാർ അധികാരത്തിൽ നിന്നും പുറത്തു പോകുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ധനമന്ത്രി എന്നുള്ള ഖ്യാതി നിർമ്മല സീതാരാമന് സ്വന്തമാക്കാനും കഴിയും. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച 2ാമത്തെ ധനമന്ത്രി എന്ന ഖ്യാതി മാത്രമാണ് ബജറ്റ് അവതരണം കഴിയുമ്പോൾ അവശേഷിക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ബജറ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിന് മൊത്തത്തിൽ ഗുണകരമാകുന്ന ഏതെങ്കിലും മേഖലയ്ക്ക് ഒരു വ്യക്തമായ ഗുണം നൽകുന്ന എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ ഇന്ന് ഉണ്ടായില്ല. സംസ്ഥാനത്തെ സാമ്പത്തിക ഉത്തേജനത്തിനുള്ള പാക്കേജുകളോ നടപടികളോ ഒന്നും തന്നെ പ്രഖ്യാപിച്ചില്ല. അത് വിപണിയിലും കാര്യമായ രീതിയിൽ ചലനമുണ്ടാക്കി. വിപണിയിൽ വലിയ ഇടിവാണ് ഈ ബജറ്റ് അവതരണത്തിന് പിന്നാലെ സംഭവിച്ചിരിക്കുന്നത്. സെൻസെക്സ് ഏതാണ്ട് 1100 പോയിന്റോളമാണ് ഇടിഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ രാജ്യത്തെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ബജറ്റായിട്ട് ഇന്നത്തെ കേന്ദ്ര ബജറ്റ് മാറിയിരിക്കുന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ, കേരളത്തിന് പതിവ് പോലെ പോരിന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറയുന്നത് പോലെ കേരളത്തിന് ഇത്തവണയും ഒരു പദ്ധതി പോലും കേന്ദ്രത്തിന്റെ ബജറ്റിൽ ഇല്ല എന്നതാണ് ഏറെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. BJP സർക്കാർ, കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന വിവേചനം, ചിറ്റമ്പ നയം, അത് എത്രത്തോളമാണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടിയാണ് ഇന്നത്തെ കേന്ദ്ര ബജറ്റ് എന്ന് നമുക്ക് പറയാതെ ഇരിക്കാൻ നിർവാഹമില്ല. കാരണം സംസ്ഥാനം നിരവധി കാര്യങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ബജറ്റാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് ഒരു BJPക്ക് ഒരു MP ഉള്ള കാലഘട്ടമാണ്. ആ MP ഉൾപ്പെടെ 2 കേന്ദ്ര മന്ത്രിമാർ ഉള്ള ഒരു കാലഘട്ടമാണ്. കൂടാതെ കഴിഞ്ഞ ഇടയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതിനു മുൻപ് അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ വരികയും കേരളത്തിന് വേണ്ടിയിട്ടെല്ലാം ചെയ്യുമെന്ന് പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചതിന് പിന്നാലെ നടത്തിയ പല വാഗ്ദാനങ്ങൾ, കഴിഞ്ഞയാഴ്ചയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമെന്ന് പ്രതീക്ഷിച്ചെന്നാൽ കേരളത്തിൽ വന്ന് ഒരു പ്രഖ്യാപനവും നടത്തിയില്ല. എല്ലാ വികസനത്തിനും തങ്ങൾ ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു പോയതല്ലാതെ ഏതെങ്കിലും പ്രത്യേക പ്രഖ്യാപനങ്ങൾ, പദ്ധതി പ്രഖ്യാപനങ്ങൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷന് വിജയം ആഘോഷിക്കാനെത്തിയ പ്രധാനമന്ത്രി നടത്തിയില്ല. അതേസമയം കേരളത്തോടൊപ്പമുണ്ട്, കേരളത്തിന്റെ വികസനത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന ഒരു ഒഴുക്കൻ പ്രഖ്യാപനം നടത്തിയാണ് പോയത്. എന്നാൽ ആ വാക്കുപോലും വൃഥാവിലാകുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ ആ വാക്കുപോലും പാലിക്കാത്ത ഒരു ബജറ്റായിട്ട് ഇത് മാറുകയാണ്. കേരളം പ്രതീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ കേരളത്തിന് അനിവാര്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ആ ഒരു മേഖലയിലും ഒരു പ്രഖ്യാപനവും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നത്തെ ബജറ്റിലില്ല. കേരളം പതിറ്റാണ്ടുകളായിട്ട് കാത്തിരിക്കുന്ന ഒന്നാണ് എയിംസ് എന്ന് പറയുന്ന ഒരു കാര്യം. എയിംസ് എന്ന ആവശ്യം ദീർഘകാലമായിട്ടുള്ള കേരളത്തിന്റെ ഒരു ആവശ്യമാണ്. കേരളം എല്ലാ കാലത്തും മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമാണ് എയിംസ് എന്നത്. അടുത്തിടയ്ക്ക് കേരളത്തിൽ നിന്നുള്ള BJPയുടെ MPയും മന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി എയിംസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി അവകാശവാദങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. എവിടെ സ്ഥലം വേണം എന്നത് സംബന്ധിച്ചുള്ള തർക്കമാണ് അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്ത് തങ്ങൾക്ക് താല്പര്യമില്ല, അല്ലാതെ ഉള്ളിടത്ത് വേണം, താൻ പറയുന്നിടത്ത് വേണം, ആലപ്പുഴയിൽ വേണം, അല്ലെങ്കിൽ തൃശ്ശൂർ വേണം, അങ്ങനെ എവിടെയാണ് എയിംസ് സ്ഥാപിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു തർക്കവും വെറുതെയുള്ള വാചകമടികളും മാത്രമാണ് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് സുരേഷ് ഗോപി നടത്തുന്നത്. അതൊക്കെ കേട്ടപ്പോൾ സാധാരണ കേരളീയ ജനത വിശ്വസിച്ചത് ഉടൻ തന്നെ കേരളത്തിലേക്ക് എയിംസ് വരുന്നു, ഈ ബജറ്റിലെങ്കിലും അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. എന്നാൽ ഒരു കാര്യവും സംഭവിച്ചില്ല. ബജറ്റിലെ പ്രഖ്യാപനത്തിൽ എയിംസ് കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മെട്രോമാനായിട്ടുള്ള E. ശ്രീധരൻ, BJPയുടെ മുൻ പാലക്കാട് സ്ഥാനാർത്ഥിയും അവര് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുഖ്യമന്ത്രി മുഖമായിട്ടൊക്കെ തന്നെ ഉയർത്തിക്കാട്ടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് E. ശ്രീധരൻ. അദ്ദേഹം പാലക്കാട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ തുറന്നിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് പോലും ഇറങ്ങിയത്. ആ E. ശ്രീധരൻ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് കേരളത്തിലെ അതിവേഗ റെയിൽ ഇടനാഴി വരുന്നു, അതിവേഗ റെയിൽ വരുന്നു, അതിനുള്ള നീക്കങ്ങളെല്ലാം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ രീതിയിൽ വാചകമടിച്ചതാണ്. അത് കണ്ടപ്പോഴും ഒരുപക്ഷെ കേന്ദ്രത്തിൽ നിന്നുമുള്ള ഒരു പ്രഖ്യാപനമായിട്ടുണ്ടാകും, ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് കരുതി. എന്നാൽ ഏതാണ്ട് 7 അതിവേഗ റെയിൽ ഇടനാഴികൾ ഇന്നത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചു. അതിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല. അങ്ങനെ എയിംസിലും അതിവേഗ റെയിൽ ഇടനാഴിയിലും കേരളം അവഗണിക്കപ്പെട്ടു എന്നാണ് നമുക്ക് ഇന്ന്
ഈ ബജറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം പദ്ധതി, ഒപ്പം തന്നെ കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കൊന്നും തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കേന്ദ്ര സഹായങ്ങൾ ഇതിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ആകപ്പാടെ കേരളത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ധാതു ഖനന ഇടനാഴിയാണ്. അത് കേരളം, ഒപ്പം തന്നെ തമിഴ്നാട്, ഒഡീഷ, ആന്ധ്ര ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളെ ചേർത്തുകൊണ്ട് ഒരു ധാതു ഇടനാഴി എന്നുള്ള പ്രഖ്യാപനം കേരളത്തിനുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു വമ്പൻ പ്രഖ്യാപനമായിട്ട് ബജറ്റിൽ ധനമന്ത്രി കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചത് കടലാമ സംരക്ഷണ കേന്ദ്രമാണ്. കേരളത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമായിരുന്നു അതെന്ന തോന്നൽ ഉളവാക്കുന്ന തരത്തിലാണ് കടലാമ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു കേന്ദ്രം കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നാളികേര കൃഷി പ്രോത്സാഹനത്തിന് പ്രഖ്യാപനമുണ്ട്. അത്തരത്തിലുള്ള കണ്ണിൽ പൊടിയിടാൻ എന്തെങ്കിലും പ്രഖ്യാപനത്തിന് വേണ്ടി പ്രഖ്യാപനം എന്നുള്ള നിലയിൽ എന്തൊക്കെയോ പ്രഖ്യാപിച്ച ഒരു ബജറ്റായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. യുവശക്തി ബജറ്റ് എന്ന പേരിലാണ് ഈ ബജറ്റ് ഇന്ന് അവതരിപ്പിച്ചത്. എന്നാൽ ഈ പറയുന്ന പോലെ രാജ്യത്തെ തൊഴിലില്ലായ്മ, യുവാക്കളൊക്കെ തന്നെ വലിയ രീതിയിൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ആ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു നീക്കവും ഇന്നത്തെ ബജറ്റില്, അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും ഇന്നത്തെ ബജറ്റിൽ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ രാജ്യത്താകമാനമാണെങ്കിലും കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ഡ്രൈ ബജറ്റായിട്ട് ഇന്നത്തെ ഈ ബജറ്റ് അവതരണം മാറി എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കേരളത്തെ സംബന്ധിച്ച് അതീവ ദയനീയമായിട്ടുള്ള ഒരു ബജറ്റായിട്ട് ഇത് മാറുന്നു. നമുക്കറിയാം, കേരളത്തിൽ നിന്നും 2 കേന്ദ്ര സഹമന്ത്രിമാര് ഉള്ള ഒരു കാലഘട്ടമാണ്. കൂടാതെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ BJP ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഭരണം പിടിച്ചപ്പോൾ വലിയ രീതിയിലുള്ള കുട്ടിഘോഷിക്കലും വാചകമടികളും അവകാശവാദങ്ങളും ഒക്കെ ആയിരുന്നു. കോർപ്പറേഷന് വേണ്ടിയിട്ട് ഏതാണ്ട് 50 ദിവസത്തിനകത്ത് ഒരു ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കും, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ തലസ്ഥാനത്തെത്തി അത് പ്രഖ്യാപിക്കുമെന്നൊക്കെ BJP അവകാശപ്പെട്ടതാണ്. എന്നാൽ അതൊന്നും തന്നെ ഉണ്ടായില്ല. പ്രധാനമന്ത്രി വന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി വന്ന് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് തങ്ങൾ ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞ് പോയതല്ലാതെ ഏതെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല. ഇന്നത്തെ ബജറ്റിലും അതേപോലെ കേരളത്തിന് വേണ്ടി പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ല. BJP ഭരിക്കുന്ന ഈ പറയുന്നത് പോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലും ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ NDA സർക്കാർ ഇവിടെ അധികാരത്തിൽ വരണം. അതായത് കേരളത്തിൽ BJP അധികാരം പിടിച്ചാൽ മാത്രമേ തങ്ങള് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലേക്ക് എന്തെങ്കിലും തരൂ, കേരളത്തിന് എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ വേണമെങ്കിൽ അത് തങ്ങളെ ജയിപ്പിക്കണം, വോട്ടിന് വേണ്ടി മാത്രമേ തങ്ങൾ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തൂ എന്ന് തുറന്നു പറയുന്ന ഒരു സമീപനമാണ് BJPയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളെ അധികാരത്തിൽ നിന്നും പുറത്താക്കി നിർത്തുന്ന അല്ലെങ്കിൽ പുറത്തു നിർത്തുന്ന, തങ്ങൾക്ക് യാതൊരു തരത്തിലും ഇടം നൽകാത്ത ഒരു സംസ്ഥാനം അത് കേരളമാണ്. അപ്പോൾ ആ കേരളത്തോട് ഇത്രയൊക്കെ മതി, ആദ്യം തങ്ങളെ ജയിപ്പിക്കുക, അധികാരത്തിലേറ്റു, അതിനുശേഷം കേരളത്തിന് വേണ്ടി തരാം എന്ന ഒരു നിലപാടാണ് BJPക്ക് ഇപ്പോഴും ഉള്ളത് എന്നാണ് നമുക്ക് ഇന്നത്തെ ഈ ബജറ്റ് അവതരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ BJPയുടെ നേതാക്കളും ഒക്കെ തന്നെ വലിയ രീതിയിൽ അവകാശവാദങ്ങൾ പലതും ഉന്നയിച്ചിരുന്നു. കേരളത്തിന് വേണ്ടി വാരിക്കോരി തരും എന്നൊക്കെ പറഞ്ഞിരുന്നു, കേരളത്തിൽ പാലും തേനും ഒഴുക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് കേരളത്തിലെ BJPയുടെ നേതാക്കളൊക്കെ തന്നെ. എന്നാൽ അവരെ പോലും നാണം കെടുത്തുന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായത്. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ യുവ MP കൂടിയായ ഷാഫി പറമ്പിൽ പറഞ്ഞത് കടലാമ സംരക്ഷണത്തിനുള്ള കേന്ദ്രം ആണ് കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചത്. അപ്പോൾ കേരളത്തിന്റെ വികസനം ആ രീതിയിൽ മതി, ആമയുടെ വേഗതയിൽ മാത്രം മതി കേരളത്തിന്റെ വികസനം എന്നതാണ് കേന്ദ്ര രീതി എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രഖ്യാപനം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. KC വേണുഗോപാൽ പറഞ്ഞത് കേരളത്തെ പൂർണ്ണമായും പാടെ അവഗണിച്ച ഒരു ബജറ്റാണ്. ഈ ബജറ്റിനെതിരെ ബജറ്റിന്റെ ചർച്ചയിലൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധം തങ്ങൾ ഉയർത്തും. കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുന്ന ഒരു ബജറ്റാണ്, അതുകൊണ്ട് ബജറ്റിന്റെ ചർച്ചയിൽ തങ്ങൾ ഇക്കാര്യം ഉന്നയിക്കും, ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഇന്ന് ഏതാണ്ട് 1 മണിക്കൂർ 26 മിനിറ്റ് നീണ്ടു നിന്ന ഒരു ബജറ്റ് അവതരണമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത്. ആ ബജറ്റിന്റെ അവതരണത്തിന്റെ ഓരോ ഘട്ടത്തിലും കേരളത്തിൽ നിന്നുള്ള MP-മാർ കേരളം എന്ന് ആവർത്തിച്ച് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതായത് കേരളത്തിന് ഒരു ഘട്ടത്തിലും ഒരു പ്രഖ്യാപനവും, പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. ഈ പറയുന്ന പോലെ അതിവേഗ റെയിലിടനാഴി 7 പ്രഖ്യാപിച്ചു, കൂടാതെ 12 ജലപാതകൾ പ്രഖ്യാപിച്ചു. ആ ജലപാതകളിൽ ഒന്നും തന്നെ കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു തരത്തിലും കേരളത്തിന് പ്രയോജനപ്രദമാകുന്ന, കേരളത്തിലെ സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. റബ്ബർ കർഷകർക്ക് താങ്ങുവില പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അതുണ്ടായില്ല. അത്തരത്തിൽ സാധാരണക്കാർക്കുൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ ഗുണം ഉണ്ടാകുന്ന ഒരു പ്രഖ്യാപനവും ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണത്തിൽ
ഉണ്ടായില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കേരളത്തെ പാടെ അവഗണിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ കുറെ കാലമായിട്ട് കേന്ദ്ര സർക്കാർ, BJP സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ഒരു സമീപനമാണ്. കേരളത്തെ എങ്ങനെയെങ്കിലും അവഗണിച്ചിടുക, തങ്ങൾക്ക് സ്പേസ് ഇല്ലാത്ത ഒരു കേരളം, ആ കേരളത്തിന് കൂടുതൽ സഹായങ്ങളൊന്നും വേണ്ട, കേരളം ഇങ്ങനെയൊക്കെ വളർന്നാൽ മതി, അല്ലെങ്കിൽ കേരളം അവരുടെ നിലയ്ക്ക് വളർന്നാൽ മതി, തങ്ങളിൽ നിന്നും കൂടുതൽ സഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട എന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്ന ഒരു ബജറ്റ് അവതരണമായിരുന്നു ഇന്നത്തേത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല.